മനസ്സിൻ മടിയിലെ മാന്തളിരേ മയങ്ങൂ മണിക്കൂരുന്നേ കനവായി മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഹായ് ഹലോ, ഞാൻ വീണയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് കേട്ടോ. അപ്പം കൂടെ ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തോ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പാട്ട് മനസ്സിൽ ഓർത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടിയതാണ് കേട്ടോ. അപ്പം എന്തുണ്ട് വിശേഷം? ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമ്മളവിടെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു പറിക്കാൻ. രാത്രിയിലല്ല, പൊതുവേ നമ്മൾ കോവയ്ക്ക് പന്തെല്ലാം തോട്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്നിടെ കോവയ്ക്ക് പറിച്ച് നമ്മൾ പട്ടിക്കിട്ട് കൊടുക്കും. ആശാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ കോവയ്ക്ക. എല്ലാ ഡോഗ്സും കഴിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ ബ്ലാക്കി കഴിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് താഴെ നമ്മ ഇല്ലാത്ത പോലെ ഉണ്ടാകും, പക്ഷെ ഇലകൾക്ക് ഇടയിൽ കുറച്ചൊക്കെ കാണാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ആ ഇലകളെല്ലാം മാറ്റി നോക്കിയിട്ട് ഞാൻ കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചിട്ടോ. ഒരു പെരിക്കുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുള്ള സമയത്ത് പറിച്ചാൽ മതി. പിന്നെ അധികം ആകുമ്പോൾ പറിച്ച് വെക്കും. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാറുണ്ട്. ഏട്ടനെ വിട്ട് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകാറുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ കോവയ്ക്ക് കിട്ടിയിട്ടോ. ഇപ്പോൾ ചെറിയൊരു വീഴ്ച പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ വള്ളി കൂടെ പടർന്നു കഴിഞ്ഞപ്പം കോവയ്ക്ക് കുറച്ച് എന്താ പറയുക, അതിൻ്റെ വള്ളിയൊക്കെ കുറച്ച് വളർച്ച പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡാമേജ് ആയിപ്പോലെ, ക്ഷോഭിച്ച പോലെ. അപ്പം എന്താ ചെയ്യുക, കോവയ്ക്കാണ് പ്രാധാന്യം എനിക്ക് കേട്ടോ. പാഷൻ ഫ്രൂട്ട് കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല, അത് അധികമായാലും കുഴപ്പമാണ്. അധികമായാലും അമൃതം വിഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അധികമായാലും പ്രശ്നമാണ്. ഫാസ്റ്റൊക്കെ എനിക്ക് കോവയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ആഴ്ചയ്ക്ക് 2 ദിവസം കോവയ്ക്ക് നിർബന്ധമാണ്. നിർബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആഴ്ചയ്ക്ക് 2 ദിവസം നമ്മൾ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പച്ചക്കാണെങ്കിലും കഴിക്കാറുണ്ട്, തോന്നുമ്പോൾ പോയിട്ട് പറിച്ച് കഴിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ അച്ഛൻ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കോവയ്ക്ക് വീട്ടിലുണ്ടാകുമല്ലോ, അതിങ്ങനെ എടുത്ത് ഫ്രീ ആയിരിക്കും കഴിക്കും. കാരണം നമ്മൾ നനച്ചുണ്ടാക്കുന്നത് മരുന്നൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ വേറെ ലെവലല്ലേ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. കോവയ്ക്ക മാത്രമല്ല കേട്ടോ, നമ്മളുടെ കോവയ്ക്ക, വഴുതന, പച്ചമുളക്, ചീര, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ സ്വന്തം നനച്ചുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം വേറെ എന്താ പറയുക, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനോ പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ ആൻഡ് ദോഷങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.